മോഹൻലാൽ ആരാധകർക്ക് ആവേശമായി മീഡിയ വൺ തുടരും സൂപ്പർ ഷോ. റിലീസ് ദിവസം എറണാകുളം വനിതാ വിനീത തിയേറ്ററിലായിരുന്നു മീഡിയ വൺ ഒരുക്കിയ പ്രീമിയർ ഷോ. മോഹൻലാൽ എന്ന താരത്തെ ഓരോ തവണ സ്ക്രീനിൽ കാണുമ്പോഴും ആവേശത്തിമിർപ്പിലായിരുന്നു പ്രേക്ഷകർ. മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി. മീഡിയ വൺ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നടത്തിയ കോൺടെസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ട അതിഥികളുമായിരുന്നു സൂപ്പർ ഷോ കാണാനെത്തിയത്. നിരവധി പേർ പങ്കെടുത്ത കോൺടെസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 പേർക്കാണ് തുടരും കാണാനുള്ള ടിക്കറ്റുകൾ നൽകിയത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള വിജയികളാണ് സിനിമ കാണാൻ ഇടപ്പള്ളി വനിതാ വിനീതയിൽ എത്തിയത്. DDRC അജിലസ്, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് എന്നിവരുമായി സഹകരിച്ചാണ് മീഡിയ വൺ തുടരും സൂപ്പർ ഷോ സംഘടിപ്പിച്ചത്. സിനിമ കാണാനെത്തിയവർക്ക് സ്നേഹോപഹാരമായി തുടരും സിനിമയുടെ ചിത്രമുള്ള മഗ്ഗും കൈമാറി. KR സുനിലിൻ്റെ കഥയിൽ തരുൺ മൂർത്തിയാണ് തുടരും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇരുവരും ഒരുമിച്ചാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ കരിയറിലെ 360-ാം ചിത്രമാണ് തുടരും. ശോഭന, പ്രകാശ് വർമ്മ, ബിനു പപ്പു, തോമസ് മാത്യു എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ചിത്രം എമ്പുരാന് ശേഷമുള്ള മോഹൻലാലിൻ്റെ മറ്റൊരു ഹിറ്റാകുമെന്നാണ് നിലവിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 27 പുറത്തിറങ്ങിയ എമ്പുരാൻ മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. വരും ദിവസങ്ങളിൽ തുടരും കേരളത്തിലെ തിയേറ്ററുകൾ നിറഞ്ഞോടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.